നടുക്കുന്ന നിലവിളിയോടെ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്ന ഗ്രാമം മൂലംപിള്ളി. കേരളത്തിന്റെ വ്യവസായ നഗരമായ കൊച്ചിയിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. പട്ടിണിയും കൊടിയ ദാരിദ്ര്യവും പതിവായിട്ടും ഉള്ളതുകൊണ്ട് കഷ്ടിച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യരുള്ള ദ്വീപ്. കൽപ്പണിയും ചുമടെടുക്കലുമായി ജീവിതം കരുപിടിപ്പിക്കുന്നു. വ്യവസായവത്കരണം മറ്റിടങ്ങളിലേക്ക് കടന്നു കയറിയിട്ടും ജനിച്ച മണ്ണിന്റെ വേരറ്റു പോകാതെ ജീവിച്ചു പോന്നവർ. ആരാണ് മൂലംപിള്ളിയുടെ വിധി പുനർനിർണയിച്ചത്? ആരാണ് മൂലംപിള്ളിയുടെ വിധി എഴുതിയത്? കൊച്ചിയുടെ വികസന മുഖത്തിന് ഭംഗിയേകാൻ വല്ലാർപാടം ടെർമിനൽ പദ്ധതിക്ക് രൂപരേഖ തയ്യാറാക്കിയപ്പോഴേ ഭരണാധികാരികൾ മൂലംപിള്ളിയുടെ വിധിയും പുനർനിർണയിച്ചു. പദ്ധതിക്ക് വേണ്ടി സ്ഥലം വിടാൻ ആവശ്യപ്പെടുക, അല്ലാത്തപക്ഷം നിർബന്ധപൂർവം കുടിയൊഴിപ്പിക്കുക. ഇതായിരുന്നു പോംവഴി. പദ്ധതി വരുന്നതോടെ വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്ന ഭൂമി വൻവിലയ്ക്ക് വിൽക്കണമെങ്കിൽ മൂലംപിള്ളി തടസ്സമാകരുതെന്ന് വൻകിട റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരും ധരിച്ചു. ഭരണകൂടം കൂടി ഒത്തുചേർന്നതോടെ മൂലംപിള്ളി ആടിയുലഞ്ഞു. ഭൂമി ഏറ്റെടുക്കാനായി പലരിൽ നിന്നും നിർബന്ധപൂർവം അധികൃതർ ആദ്യം തന്നെ സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി. മുഖവില 55,000 രൂപ തരാമെന്ന ഉറപ്പിൽ വേണ്ടി കല്ലിട്ട് തിരിച്ചിരിക്കുന്ന എന്റെ കണയന്നൂർ താലൂക്ക് കടമക്കുടി വില്ലേജ് സർവേ 531-3 പെട്ട ഉദ്ദേശം 10.20 സ്ഥലവും സ്ഥലം ഭാഗമാണ്. ഇത് മൊത്തം സ്ഥലത്തിന് എഴുതിയേക്കണം. മൊത്തം 10-20 സ്ഥലം ഭാഗവും വീട് അതിലുള്ള സകല റിച്ചാർജുകളും പ്രത്യേകം ചേർത്തിരിക്കുന്നു. 1894 കേന്ദ്ര സ്ഥലമെടുപ്പ് നിയമത്തിലെ 1961 കേരള സർവേ അതിരുട നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഞാൻ കേരള സർക്കാരിലേക്ക് മുൻകൂറായി ഇതിനാൽ വിട്ടൊഴിഞ്ഞു വന്നിരിക്കുന്നു. ഞാൻ ഒപ്പുന്നുണ്ടാവും.
ഒരു കുഴപ്പമില്ല. എൻ്റെ അച്ഛനാ ആദ്യം പഠിച്ച് ഈ സ്ഥലം പോണത്. ഇനിയൊരു കൂട്ടിക്കിഴിക്കലിന് പോകാത്ത രീതിയിൽ ഒരു വാങ്ങൽ കരാർ. ഇവിടുത്തെ ഭൂമിയുടെ കമ്പോള വില സെന്റിന് 3-4 ലക്ഷം രൂപയായിരിക്കെയാണ് അധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി പലരും രേഖകൾ ഒപ്പിട്ട് നൽകിയത്. ഒരുപക്ഷെ അവർ അവരുടെ ഹൃദയം തന്നെയായിരുന്നു മുറിച്ചു നൽകിയത്. ഒപ്പിടാൻ സമ്മതിക്കാത്തവരെ ഭീഷണിപ്പെടുത്താൻ നോക്കി. പലരും വഴങ്ങിയില്ല. ഒടുവിൽ ബലപ്രയോഗം മാത്രമായി അധികാരികളുടെ മുന്നിലുള്ള പോംവഴി. അങ്ങനെയൊരു ദിവസം മൂലംപിള്ളിയുടെ ചരിത്രം തിരുത്താൻ അവരെത്തി. കൂറ്റൻ ബുൾഡോസറും ഇടിക്കട്ടയും പാരയുമൊക്കെയായി. കളക്ടർ അവിടെ നേരത്തെ തന്നെ അവർ പ്രോമിസ് ചെയ്തിരുന്നതനുസരിച്ച് അതിനുള്ള പൈസയും കാര്യവും എല്ലാം തന്നെ വാങ്ങി അവരെല്ലാം അതനുസരിച്ച് നീങ്ങുമെന്നൊക്കെയുള്ള നിലയിൽ നിന്ന സന്ദർഭത്തിലാണ് ഒരു സെറ്റ് നക്സലുകാരെന്ന് പറയുന്ന ആളുകളുടെ പ്രേരണയ്ക്ക് വിധേയമായി കുറച്ചാളിൽ ഒരു സംഘർഷം പോലെ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. പോലീസ് ഉപയോഗിച്ചോ മറ്റു ബലപ്രയോഗം കൊണ്ടോ പൊളിച്ച് നീക്കാൻ വേണ്ടി അവരുടെ പാർപ്പിടം പൊളിച്ച് നീക്കുന്നത് ശരിയല്ല, മര്യാദയല്ല, ധാർമ്മികമല്ല എന്ന് തോന്നുന്നു. ഈ പല പേരുകളും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. നക്സലൈറ്റ്, മറ്റേ മാവോയിസ്റ്റ്, പിന്നെ അത് ഓരോ കൂട്ടിഷ്ടം പോലെ ഉപയോഗിക്കുന്നത്. ഇതിനൊന്നും പ്രസക്തിയില്ല. പ്രസക്തി ഒന്നിന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പാർപ്പിട സൗകര്യം വേണം.
ചോരയും നീരും വിയർപ്പാക്കി വർഷങ്ങളായി നെയ്തുണ്ടാക്കിയ സ്വപ്നം കൂറ്റൻ ബുൾഡോസറിന്റെ പല്ലുകളിൽ മുറിഞ്ഞു വീണു. മനുഷ്യരാണോ സ്ത്രീകളെ? വിടണം. നിങ്ങൾക്ക് എന്തിനോ എന്നെ കൊന്നിട്ട് പോയിരുന്നല്ലോ. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ മാത്രമല്ല പട്ടാളം കേട്ട് നിങ്ങൾ കൊത്തി കൊല്ലാനാ കയ്യിൽ പൊളിക്കാൻ നിങ്ങൾക്ക് എന്ത് വൃത്തിയാണ് ഉദ്യോഗസ്ഥരാ? എന്ത് ഉദ്യോഗസ്ഥരാ നിങ്ങൾ? ഇനി അത്രക്ക് വൃത്തിയുടെ പ്രവർത്തനങ്ങൾ അല്ലേ? നിങ്ങൾക്കറിയാൻ പാടില്ല ഒരു കുടുംബം കെട്ടിപ്പിടിക്കാത്ത വിഷമം, അധ്വാനം, ഒരു മനുഷ്യന്റെ ആയത്തല്ലേ ഈ പൊളിക്കാൻ പോണത്? അതല്ലേ നിങ്ങൾ മനുഷ്യന്റെ കുടുംബം അല്ലേ? അല്ലേ നിങ്ങൾ പൊളിച്ച് പണ്ടാണെങ്കിൽ കുറച്ച് ആ കളക്ടറൊക്കെ കൂടെ നിങ്ങൾ കൂടി കൊടുക്കയാക്കി അയാളെ കൂട്ടുന്നത് അയാൾ മേടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഗ്രാമീണായിട്ട്. ഈ പാകവും ഈ പ്രായമായപ്പോ എന്ത് ചെയ്യും? നിങ്ങൾക്കൊക്കെ അമ്മ പെങ്ങന്മാരുള്ളതല്ലേ? നിങ്ങൾ എന്റെ പ്രാർത്ഥന ഒന്ന് നിങ്ങൾ കേക്ക്. ഞാൻ ഈ ആരെങ്കിലും എന്നെ കയറ്റി കിടത്തുക ഈ സ്ഥിതി അനുസരിച്ച് ഒരൊറ്റ മനുഷ്യനും എന്നെ കിടത്തൂല. അതുകൊണ്ടിട്ട് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് തീരുമാനിച്ചെടുക്കുക. എനിക്ക് പറയാൻ പറ്റണില്ല. രാവിലെ സ്കൂളിൽ പോയി വന്ന കുട്ടികൾ വൈകിട്ട് വീടിന്റെ സ്ഥാനത്ത് കണ്ടത് മൺകൂനകളായിരുന്നു. വീട്ടുപകരണങ്ങൾ തൊട്ട് പാഠപുസ്തകങ്ങൾ വരെ ബുൾഡോസറിന്റെ തേരോട്ടത്തിൽ ഇല്ലാതായി. ഈ നടുക്കുന്ന ഓർമ്മകൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോകുന്നില്ല. അവ മുറിപ്പാടുകളായി തന്നെ അവശേഷിക്കുന്നു. ഞാൻ സ്കൂളിൽ നിന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ മേശയുടെ ഉള്ളിൽ വെച്ച പുസ്തകങ്ങളൊക്കെ കാണാനില്ല. അപ്പം മമ്മി പറഞ്ഞ് അതൊക്കെ എടുത്തോണ്ടായിരുന്നു. കുറേ ചേട്ടന്മാർ പോലീസുകാരൊക്കെ വന്ന് എടുത്തോണ്ടായി. ജനലിന്റെ വാതിലൊക്കെ പൊളിച്ചുകൊണ്ടുപോയി. പിന്നെ അവര് രണ്ടാമതും വന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ടായി. ഒപ്പിടാൻ പറഞ്ഞേ അമ്മേനോടൊക്കെ. അപ്പൊ ഒപ്പിട്ടില്ല. അപ്പൊ അവര് സാധനങ്ങളൊക്കെ എടുത്തോണ്ടായി. കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ഈ സാധുക്കൾക്കായി മനുഷ്യാവകാശ സംഘടനകൾ രംഗത്തെത്തി. തലചായ്ക്കാൻ ഒരിടത്തിനു വേണ്ടി. നീതി നിഷേധത്തിനെതിരായ പോരാട്ടത്തിൽ അവർ ഈ സാധുക്കളെ ഹൃദയം നിറഞ്ഞ് സഹായിച്ചു. ഒറ്റപ്പെടലിന്റെ ദുരിതം നിറഞ്ഞ നിമിഷങ്ങളിൽ അവർക്ക് താങ്ങായത് ഇവരുടെയൊക്കെ സഹായമാണ്. നാടിന്റെ നാനാഭാഗത്തു നിന്നുമെത്തിയ ഈ പിന്തുണ സ്വസ്ഥമായി ഒന്നുറങ്ങാൻ, നാണക്കേടില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. താൽക്കാലികമായി നിർമ്മിച്ച കുടിലുകളിലെ ഒറ്റമുറിക്കുള്ളിലെ ജീവിതം, ഉടുതുണി പോലും സ്വസ്ഥമായി മാറാൻ കഴിയാത്ത യാതന, ഒരു നിലവിളിക്കൊടുവിൽ വഴിയാധാരമായവർ, കെട്ടിപ്പൊക്കിയ സ്വന്തം കൂരയിൽ നിന്ന് നിഷ്കരുണം വലിച്ചിറക്കപ്പെട്ടവർ, പുനരധിവാസത്തിന് വേണ്ടിയുള്ള അവരുടെ പോരാട്ടമായിരുന്നു പിന്നീട്. സമരം
മൂലംപിള്ളിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം നക്സലുകളാണെന്നായിരുന്നു ഭരണകൂടത്തിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. പിന്നീട് അത് മുഖ്യമന്ത്രി തന്നെ തിരുത്തി. കുടിയൊഴിപ്പിക്കലിനെതിരായ സമരത്തിൽ നക്സലുകൾ ഉണ്ടെന്ന തന്റെ പരാമർശം സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടല്ലെന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ താൻ വ്യക്തമാക്കിയതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങളെല്ലാം ഡൽഹിയിലായിരുന്ന അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മിസ്റ്റർ നായർ ഇവിടെ വന്ന് ഈ സ്ഥലത്ത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ കളക്ടർമാർക്ക് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വന്ന് ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെല്ലാം ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഇതുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ സമനില തെറ്റി ചില കൈകാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ തെറ്റായിപ്പോയി. അത് ഞാനിവിടെ വന്നുടനെ തന്നെ അയാളെ വിളിച്ചു, കളക്ടറെ. അപ്പോൾ സാർ ഇങ്ങനെ പറ്റി, നിങ്ങളാരും ഇല്ലാതിരുന്ന അവസരത്തിൽ ഇദ്ദേഹം വന്നപ്പോൾ ഞങ്ങൾ ഉത്സാഹപൂർവ്വം ഗവൺമെൻറ് ചെയ്യുന്നുണ്ടെന്ന് വരാത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ചെയ്തതിനിടയിൽ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അഭിപ്രായമല്ല, ആ താമസക്കാരുടെയും അല്ല. ഇങ്ങനെ ചില ആളുകൾ ചില ബ്രഹ്മ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവരൊന്നും ബ്രഹ്മയൊന്നും വെക്കാതിരിക്കട്ടെ. ആരെല്ലാം ബ്രഹ്മ വെച്ചാലും ആളുകൾക്ക്, താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് അന്തസ്സായിട്ടുള്ള നിലയിൽ അവരെ മാറ്റി താമസിപ്പിച്ചുകൊണ്ടേ സർക്കാർ ഭൂമി എടുക്കൂ. കേരളത്തിലെ കുടിയിറക്കലുകൾ, വികസനത്തിൻ്റെ മറവിൽ നടക്കുന്ന കുടിയിറക്കലുകളുടെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമാണ് മൂലംപിള്ളി. മൂലംപിള്ളിക്ക് മുമ്പും മൂലംപിള്ളിക്ക് ശേഷവും കേരളത്തിലെ കുടിയിറക്കലുകൾ വ്യത്യസ്തമാകും. ചരിത്രത്തിലെ ഈ നിർണായക ഘട്ടത്തിൻ്റെ പ്രാധാന്യം നാളിതുവരെ ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഒരു പൊതു ആവശ്യമെന്ന പേരിൽ കുടിയിറക്കിയാൽ സർക്കാർ നൽകുന്ന പണം കൊണ്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ അഴിമതിയിലൂടെ ഉദ്യോഗസ്ഥരുമായി ഒത്തുതീർപ്പുണ്ടാക്കുന്ന ചില്ലിക്കാശ് കൊണ്ട് സ്ഥലം വിടുക എന്നതായിരുന്നു പതിവെങ്കിൽ മൂലംപിള്ളിക്ക് ശേഷം അത് അസാധ്യമായിരിക്കുന്നു. കാരണം കേരളത്തിൽ സ്വന്തം വീട് നഷ്ടപ്പെട്ടാൽ അവർക്ക് കയറിക്കിടക്കാൻ ഒരിടം കൊടുക്കാതെ ഇനി ആരെയും കുടിയിറക്കാൻ പറ്റില്ല എന്ന് സർക്കാരിന് ബോധ്യം വന്നിരിക്കുന്നു, ഉദ്യോഗസ്ഥർക്ക് ബോധ്യം വന്നിരിക്കുന്നു. അത് അനിവാര്യമാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കും മാധ്യമങ്ങൾക്കും ബോധ്യം വന്നിരിക്കുന്നു. കാരണം മൂലംപിള്ളിയിൽ നിന്ന് കുടിയിറക്കപ്പെട്ടവർ അന്ന് രാത്രി മുതൽ തെരുവിൽ കഴിയുകയാണ് ഉണ്ടായത്. ഈ സമരം നൽകിയ വലിയൊരു സന്ദേശം. പക്ഷേ ആ സന്ദേശത്തെ അട്ടിമറിക്കാനും മൂലംപിള്ളി പാക്കേജിനെ ആകെ തലകീഴായി മറിക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. കാരണം ഇത് മൂലംപിള്ളിക്ക് മാത്രമുള്ള എന്തോ ഒരു പ്രത്യേക ആനുകൂല്യമാണ് എന്നും മറ്റുള്ള ആളുകൾക്കൊന്നും ഇതിൽ കാര്യമില്ല എന്നും ഉള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ വരുന്നത്. യഥാർത്ഥത്തിൽ അതല്ല എന്നും മൂലംപിള്ളി പാക്കേജ് കേരളത്തിന് മുഴുവൻ ബാധകമാണ് എന്നും, അല്ലെങ്കിൽ മൂലംപിള്ളിയിലേതുപോലെ മാന്യമായ പുനരധിവാസമില്ലാതെ ഇനിയൊരു കുടിയിറക്ക് കേരളത്തിൽ സാധ്യമല്ല എന്നും പ്രഖ്യാപിക്കുന്നതാണ് മൂലംപിള്ളി സമരത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ സന്ദേശം. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മൂലംപിള്ളിക്ക് വേണ്ടി, സമരത്തിന് വേണ്ടി, അതിന് മറ്റ് സംഘടനകൾക്ക് എല്ലാം ചേർന്ന് നടത്തിയ ആ സമരം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സമരമാവുന്നു. കാരണം ആഗോളവൽക്കരണത്തിൻ്റെ ഒക്കെ ഈ കാലഘട്ടത്തിൽ വികസനം അതിവേഗത്തിൽ വരികയും മൂലധനത്തിൻ്റെ ഒഴുക്കിൽ ആരെയും എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും തട്ടി നീക്കാമെന്ന് എല്ലാ ഭരണാധികാരികളും തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ദുർബലരായ ജനങ്ങൾക്ക് ഒരു പിടിവള്ളി അല്ലെങ്കിൽ ഒരാശ്വാസം ആകുന്നു മൂലംപിള്ളി. ഇത് നിലനിർത്തേണ്ടതുണ്ട്. അതിന് ഈ സമരം തുടരേണ്ടതുണ്ട്. മൂലംപിള്ളിക്കാർക്കും അതുപോലെ കുടിയൊഴിക്കപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും വളരെ മാന്യമായ പുനരധിവാസം കിട്ടുന്നതുവരെ ഈ സമരം തുടരണം. മറ്റെല്ലാവർക്കും ഇത് ലഭ്യമാക്കാനുള്ള സമരവും കേരളത്തിലുണ്ടാകണം. വെള്ളാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന സ്വപ്ന പദ്ധതിക്ക് വേണ്ടി യാതൊരു പുനരധിവാസവും ഇല്ല എന്ന ധാർഷ്ട്യം നിറഞ്ഞ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമിച്ച സർക്കാരാണ് മൂലംപിള്ളിയിൽ ഒരു പരിഷ്കൃത സമൂഹവും അനുവദിക്കാത്ത കാര്യങ്ങൾ അരങ്ങേറാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഇതിനെതിരെ കേരളത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ട് മൂലംപിള്ളി നിവാസികൾ നടത്തിയ ഐതിഹാസികമായ സമരം കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ നേടിക്കൊണ്ട് സർക്കാരിനെ കൊണ്ട് മൂലംപിള്ളി പാക്കേജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സർക്കാർ ഉത്തരവ് 45-ാം ദിവസം നേടിയെടുക്കാൻ സാധിച്ചു. നാളിതുവരെ ഒരു സ്ഥലം ഏറ്റെടുക്കുന്നതിനും നൽകാത്ത തരത്തിലുള്ള പുനരധിവാസ പാക്കേജ് ആണ് ഈ പ്രക്ഷോഭണം വഴി മൂലംപിള്ളി നിവാസികൾ നേടിയെടുത്തത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്ഥലമെടുക്കുമ്പോൾ കേവലം നഷ്ടപരിഹാര തുക മാത്രം കൊടുത്ത് പറഞ്ഞു വിടുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പകരമായി പുനരധിവാസ ഭൂമി നൽകുക എന്നുള്ളതും അതോടൊപ്പം
മുൻകൂർ ഏറ്റെടുക്കുകയാണെങ്കിൽ അവർക്ക് വാടക നൽകുക എന്നുള്ളതും ഏറ്റെടുത്ത ഓരോ കുടുംബത്തിലെയും അംഗങ്ങൾക്കും തൊഴിൽ നൽകുക എന്ന ഉൾപ്പെടെയുള്ള ഈ പാക്കേജ് കേരളത്തിൻ്റെ മനസാക്ഷി പിടിച്ചു വാങ്ങിച്ചെടുത്തൊരു പാക്കേജാണ്. ഇത് മറ്റ് പ്രദേശങ്ങളിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ സമരം ചെയ്ത ജനങ്ങൾക്ക് മാതൃകയായി നിലകൊള്ളുന്ന ഈ പാക്കേജ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിലും അത് മാതൃകയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭരണാധികാരികൾ അത് അട്ടിമറിക്കുവാനുള്ള അണിയറ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പാക്കേജ് പൂർണ്ണാർത്ഥത്തിൽ നേടിയെടുക്കുന്നതുവരെ മൂലംപള്ളിക്കാർ നടത്തുന്ന പ്രക്ഷോഭണത്തിന് കേരളത്തിൻ്റെ മനസാക്ഷി ഇതുവരെ നൽകിയ പിന്തുണ തുടർന്നും നൽകണമെന്ന് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. ഒരു ഘട്ടത്തിലും അക്രമത്തിലേക്ക് നീങ്ങാതിരുന്ന സമരം പുനരധിവാസത്തിന് വേണ്ടി നടത്തുന്ന സമരങ്ങൾക്ക് മാതൃകയായി. ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കില്ലെന്ന് ഉറപ്പു നൽകിയതിന്റെ പിറ്റേന്നാണ് മൂലംപള്ളിയിലെ നാട്ടുകാരെ പിറന്ന മണ്ണിൽ നിന്നും അടിച്ചിറക്കിയത്. വീടും പുരയിടവും തിരികെ ലഭിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ അന്തസ്സായി പുനരധിവസിപ്പിക്കുമെന്ന് കരുതി. അതുമില്ലെന്ന തിരിച്ചറിവിലാണ് മൂലംപള്ളിക്കാർ തെരുവിലിറങ്ങിയത്. ജില്ലാ കളക്ടറുടെ വസതിക്ക് മുന്നിൽ കുടിൽ കെട്ടി സമരം ചെയ്യാനിറങ്ങിയവരെ മറൈൻ ഡ്രൈവിൽ പോലീസ് തടഞ്ഞപ്പോൾ അവിടെ കുടിൽ കെട്ടി സമരം തുടങ്ങി. സമരപ്പന്തലിൽ കഞ്ഞിവെച്ചുറങ്ങി 46 ദിവസം നീണ്ട സമരത്തിനിടെ പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വന്നു. നക്സലുകളാണ് സമരത്തിന് പിന്നിലെന്ന് ആരോപിച്ചവർക്ക് ആരോപണം പിൻവലിക്കേണ്ടി വന്നു. പലവട്ടം നടന്ന ചർച്ചകൾക്കൊടുവിൽ സമരക്കാർക്ക് ഏതാണ്ട് സ്വീകാര്യമായ പുനരധിവാസ പാക്കേജിന് അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമായി. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ജോസഫ് കാരിക്കാശ്ശേരി സമരത്തിൽ പങ്കെടുത്തവർക്ക് ഈസ്റ്റർ സദ്യ നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. അനിശ്ചിതമായ ഭാവി മുന്നിൽ കണ്ട് സമരരംഗത്തിറങ്ങിയവർ സമരം അവസാനിക്കുമ്പോൾ സന്തോഷം മറച്ചുവെക്കുന്നില്ല. 46 ദിവസമായിട്ട് ഈ പെരുവഴിയിൽ പൊരിഞ്ഞ മഴയത്തുമൊക്കെ ഞങ്ങൾ പിള്ളേരും ഒക്കെ ഇട്ടിരുന്ന് ആകെ ഞങ്ങളുടെ മനസ്സ് മരവിച്ചതാണ്. എന്നാലും ഇത് ഈ ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഞങ്ങൾക്കത് മനസ്സുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇത്രയും കാലം ഞങ്ങളെ ഈ തെരുവിലെറിഞ്ഞ കളക്ടറോടും മന്ത്രിനോടൊന്നും ഞങ്ങൾക്ക് യാതൊരു വൈരാഗ്യമൊന്നുമില്ല, വെറുപ്പൊന്നുമില്ല. എന്നാലും ഞങ്ങൾക്ക് ഇനി ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കാനായിട്ട് മനസ്സിന് വളരെ വേദനയുണ്ട്. ഒരു തുണ്ട് ഭൂമിയെങ്കിൽ ഒരു തുണ്ട് പോരാടി വാങ്ങിയതിന്റെ എല്ലാ സന്തോഷവും ദാ ഈ കയ്യടിയിലുണ്ട്. മൂലംപള്ളിയിലെയും വല്ലാർപാടം പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട ചേരനല്ലൂർ, മഞ്ഞുമ്മൽ, മുളവുകാട് എന്നീ പ്രദേശങ്ങളിലെയും ബഹുജനങ്ങളുടെ ത്യാഗോജ്വലമായ പോരാട്ടത്തിലൂടെയാണ് മൂലംപള്ളി പാക്കേജ് നേടിയെടുത്തത്. കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടിയൊഴിപ്പിക്കലിനെതിരെ ജില്ലയിൽ സമരം ചെയ്യുന്ന മറ്റ് 17 സംഘടനകളുടെയും പിന്തുണ ഈ സമരത്തിനുണ്ടായിരുന്നു. KCYM, സോളിഡാരിറ്റി, കേരള കോൺഗ്രസ് സെക്കുലർ, SUCI, RSP ബേബി ജോൺ, BJP, PDP തുടങ്ങിയ സംഘടനകളും സമരസഹായ സമിതിയിലുമുണ്ടായിരുന്നു. കേരളത്തിലെ പ്രമുഖരായ സാമൂഹിക സാംസ്കാരിക നായകന്മാരും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷേ നേടിയെടുത്ത പാക്കേജ് അട്ടിമറിക്കാനാണ് ഇന്ന് ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. പുനരധിവാസത്തിന് തീരെ യോജിക്കാത്ത കുളങ്ങളും ചെളിക്കളങ്ങളുമാണ് അവർ ഭൂമിയായി കണ്ടെത്തിയിരിക്കുന്നത്. അതിനെതിരെയുള്ള പ്രക്ഷോഭണത്തിൽ അണിചേരുവാനും മൂലംപള്ളി പാക്കേജ് നടപ്പിലാക്കിക്കൊണ്ട് മതിയായ പുനരധിവാസം ഒരു യാഥാർത്ഥ്യമാക്കുന്നതുവരെ ഒറ്റക്കെട്ടായി നിലകൊള്ളുവാനും ഏവരോടും അഭ്യർത്ഥിക്കുന്നു.